ദോഹയിലെ അറബ് ഉച്ചകോടിക്കിടെ ഗസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തി 55 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ഇസ്രയേലിന് കടുത്ത മുന്നറിയിപ്പ് നൽകാൻ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ധാരണയായി. ഹമാസ് നേതാക്കളെ ഖത്തറിൽ നിന്ന് നാട് കടത്തണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടു. ഖത്തർ ആക്രമിച്ചതിൽ അമേരിക്കയുടെ എതിർപ്പ് ഇസ്രയേലിനോട് അമേരിക്ക രേഖപ്പെടുത്തിയെന്നും വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബി ജെയിംസ് തത്സമയം ചേരുകയാണ്. ബി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഈ ഗസയിലെ ആളുകൾ കൊല്ലപ്പെടാത്ത ഒരു ദിവസം ബി ജെയിംസിന്റെ സ്വപ്നത്തിലുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതാണ് എസ്കേൻ. ഗസയിൽ ഒരാൾ പോലും കൊല്ലപ്പെടാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നു. സത്യം പറഞ്ഞാൽ ഇത് പറയുന്നത് സന്തോഷം കൊണ്ടല്ലല്ലോ. അവിടെ ആൾക്കാർ മരിച്ചു വീഴുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അമ്മ പെങ്ങന്മാരുള്ളവരാണ്, അവരുടെയൊക്കെ കാര്യങ്ങളാണ്. കാരണം അവിടെ കൊല്ലപ്പെടുന്നത് അമ്മമാരും കുട്ടികളുമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ പോലും രോഷം കൊള്ളുന്ന ആൾക്കാരുണ്ട്. കാരണം ഇത് സ്വയം അനുഭവിക്കേണ്ടി വരുമ്പോഴായിരിക്കും ഒരിക്കൽ ഇത് ചെയ്യുന്നത്. 23 മാസമായി ഗസ ലോകത്തിലെ നരകമാണ്. അവിടെ ബോംബുകൾ ഇങ്ങനെ വർഷിക്കുകയാണ്, മഴ പെയ്യുന്ന പോലെയാണ് ബോംബുകൾ വർഷിക്കുന്നത്. ഈ മണിക്കൂറുകളിലും ഗസ സിറ്റിയിൽ വലിയ ആക്രമണമാണ് നടക്കുന്നത്. ഇസ്രായേൽ കരയുദ്ധം ഒരു ഭാഗത്ത് നടത്തുന്നു, മുകളിൽ നിന്ന് ബോംബ് ചെയ്യുന്നു. അവിടുത്തെ അൽ-ഖ്വയ്ദ് ഹോസ്പിറ്റല്, ആശുപത്രി തകർന്നു, നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടു, ഭക്ഷണത്തിന് ക്യൂ നിന്നവർ കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ട കുട്ടികളുടെ സംഖ്യ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. 20,000-ലേറെ കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകൾ ഏതാണ്ട് അത്ര തന്നെയുണ്ട്. 44,000 കുട്ടികൾ അനാഥരായി. അപ്പോൾ ഈ തരത്തിൽ സംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾക്ക് തകർന്നു വീണ കെട്ടിടങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് 22 വലിയ കെട്ടിടങ്ങളാണ് ഗസ സിറ്റിയിൽ മാത്രം ഇസ്രായേൽ ബോംബ് ചെയ്ത് തകർത്തത്. അപ്പോൾ ഇതിനിടയിലാണ് അറബ് ഉച്ചകോടി ദോഹയിൽ നടക്കുന്നത്. പ്രമുഖ ഇസ്ലാമിക രാജ്യങ്ങളും ഒക്കെ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. സൗദി അറേബ്യയും UAE ഒക്കെ, മലയാളികളൊക്കെ ഒരുപാട് പാർക്കുന്ന രാജ്യങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അവർ ഡ്രാഫ്റ്റ് തയ്യാറായി വരികയാണ്. ഇന്നലെ ആരംഭിച്ചു, ഇന്ന് സമാപിക്കും. അതിശക്തമായിട്ട് ഇസ്രായേലിനെതിരെ നീങ്ങാനുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകാനും കടുത്ത ഭീഷണി മുഴക്കാനുമാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ തീരുമാനിക്കാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്കും വലിയ സുഖമില്ലാത്ത ചില വാർത്തകൾ വരുന്നുണ്ട്. അമേരിക്കയാണ് ഗൾഫിൻ്റെ മുഴുവൻ സുരക്ഷിതത്വം ഏറ്റെടുത്തിരുന്നത്. പക്ഷേ ഖത്തറിൽ തന്നെ കയറി ഇസ്രായേൽ ആക്രമിച്ചതോടെ അമേരിക്കയുടെ സുരക്ഷിതത്വത്തിൽ വിശ്വാസമില്ല എന്ന തരത്തിൽ പല ഗൾഫ് രാജ്യങ്ങളും പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ചൈനയുടെയും റഷ്യയുടെയും കാവൽ തങ്ങൾക്ക് വേണമെന്നുള്ള തരത്തിൽ ഉള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. SKN ഓർക്കുന്നുണ്ടാവും, സൗദി അറേബ്യയിൽ ജോ ബൈഡൻ്റെ കാലത്ത് ഇത് തന്നെ സംഭവിച്ചതാണ്. അവിടെ ഖഷോഗി വധത്തിൻ്റെ പേരിൽ അവിടുത്തെ കിരീടാവകാശിയെ അമേരിക്ക ടാർഗറ്റ് ചെയ്തപ്പോൾ അവർ ചൈനയുമായി ബന്ധമുണ്ടാക്കി. അപ്പോൾ ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഗൾഫിൽ ഉരുണ്ടുകൂടുന്നുണ്ട്. അമേരിക്ക വിശ്വാസമില്ല. അതുകൊണ്ടായിരിക്കണം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേലിൽ പാഞ്ഞെത്തി ഇസ്രായേലിനെ മെരുക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ അതൃപ്തിയും രോഷവും രേഖപ്പെടുത്തി. ഇതൊരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ അമേരിക്ക അവസാനം പറയും, ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എളുപ്പമല്ല. അവിടുത്തെ അമേരിക്കയെ നിയന്ത്രിക്കുന്നത് ജൂയിഷ് ലോബിയാണ്. ആ ജൂയിഷ് ലോബിയിൽ ആയുധ കച്ചവടക്കാരും ബാങ്കുകളും പണവും അവിടുത്തെ രാഷ്ട്രീയ സ്വാധീനവും, ഇവൻ ട്രംപിന് പോലും അവിടുത്തെ ജൂത ലോബിയെ പേടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാർലി കിർക്കിന് നേരെ വെടി ഉയർന്നപ്പോൾ, അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞത്, ജൂത ലോബിയെ പിണക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നാണ്. അതുകൊണ്ട് ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്ന തീരുമാനങ്ങളെ അമേരിക്കയ്ക്ക് അട്ടിമറിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ SKN ഇറാന് മേൽ പ്രശ്നം വന്നപ്പോൾ മാത്രമാണ്, ഇറാൻ ഖത്തറിലേക്ക് അടിച്ചപ്പോൾ അമേരിക്ക ഭീഷണിപ്പെടുത്തേണ്ടി വന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നിർത്താൻ. അത് മാത്രമാണ് ട്രംപിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഗസയുടെ കാര്യത്തിൽ ട്രംപ് പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോട് ഒരുതരം സോഫ്റ്റ് കോർണർ ഉണ്ട് താനും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.